എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിൽ വലിയ വിളക്ക് ദിവസം നടന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. അതേപോലെ പിഷാരികാവിലെ ഐതിഹ്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പന്തലായനി റെയിൽവേ സ്റ്റേഷന് 1.5 നാഴിക വടക്കു പടിഞ്ഞാറാണ്. പണ്ട് ഇത് തിരുവിതാംകൂർ കൊല്ലത്തായിരുന്നു. പണ്ട് വൈശ്യജാതിക്കാരായ ഏതാനും കുടുംബക്കാർ പരദേശത്ത് നിന്ന് കൊല്ലത്ത് വന്ന് താമസിച്ചിരുന്നു. പട്ടുനെയ്ത്തും സ്വർണ്ണ വ്യാപാരവുമായിരുന്നു അവരുടെ പ്രധാന തൊഴിലുകൾ. കാലക്രമേണ അവർ സമ്പന്നരായി മാറി. അങ്ങനെയിരുന്ന കാലത്ത് അവരിൽ ഒരാൾ ശ്രീ പോർക്കലയിൽ പോയി ഭഗവതിയെ സേവിച്ചു താമസിച്ചു. അതിനിഷ്ഠയോടെയുള്ള സേവയിൽ ഭഗവതി സന്തുഷ്ടയായി. ഒരു ദിവസം രാത്രി അയാൾ ഉറങ്ങിക്കിടക്കുന്ന സമയം ആരോ അയാളുടെ അടുത്തു ചെന്ന് ഇങ്ങനെ പറഞ്ഞതായി അയാൾക്ക് തോന്നി. നിന്റെ ഭക്തി വിശ്വാസത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇനി ഇതുപോലെ കഠിന തപസ്സൊന്നും ചെയ്യേണ്ട. നിന്റെ തലയ്ക്കലിരിക്കുന്ന നാന്തകം വാളെടുത്തുകൊണ്ട് നിനക്ക് സ്വദേശത്ത് പോകാം. എന്റെ ഈ ആയുധം വെച്ച് പതിവായി നീ എന്നെ പൂജിച്ചാൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിക്കും. നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനുണ്ടെന്ന് ദൃഢമായി വിശ്വസിക്കുക. ഇത്രയും കേട്ട് പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു തേജസ് മാത്രമാണ് കണ്ടത്. ഉടൻ തന്നെ അത് മറഞ്ഞു പോവുകയും ചെയ്തു. അത് ദേവി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അരുളി ചെയ്തതാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും തലയ്ക്കൽ നോക്കിയപ്പോൾ ഒരു നാന്തകം വാൾ കാണുകയും ചെയ്തു. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം അവിടെ ഒരു ക്ഷേത്രം പണിയിച്ച് ഭഗവതിയെ പ്രതിഷ്ഠിച്ചു. പീഠത്തിൽ നാന്തകം വാളും വെച്ചു. പതിവായി പൂജ ചെയ്തു. ആ വൈശ്യൻ ഒരു വിഷഹാരി ആയിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ അമ്പലമായതുകൊണ്ട് വിഷഹാരിക്കാവ് എന്ന് പേര് കൊടുത്തു. അത് ലോപിച്ച് പിന്നീട് വിഷാരിക്കാവ് ആയി. മുൻപേ വലിയ പണക്കാരായിരുന്നു വൈശ്യന്മാർ. ഭഗവതിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ ധനവും കൂടെ അഹങ്കാരവും വർദ്ധിച്ചു. അവർ കപ്പലുകളും പത്തേമാരികളും പണിയിച്ച് കച്ചവടം യൂറോപ്പ് വരെ പ്രചരിച്ചു. അവർക്ക് രാജാവിനെ പോലും വിലയില്ലാതെയായി. നികുതി പണം പോലും കൊടുക്കാതെയായി. ഇവരുടെ പ്രവൃത്തികൾ ദുസ്സഹമായപ്പോൾ രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു: കൊല്ലത്ത് താമസിക്കുന്ന എല്ലാ വൈശ്യന്മാരും 3 ദിവസത്തിനകം നാടുവിട്ടു പോവണമെന്ന്. ഭഗവതിയെ സേവിച്ചു കൊണ്ടിരുന്നവരുൾപ്പെടെ 8 കുടുംബക്കാർ കൽപ്പന കേട്ട ഉടനെ സകല ജംഗമ സ്വത്തുക്കളും പത്തേമാരികളിലാക്കി സമുദ്രമാർഗം വടക്കോട്ട് പുറപ്പെട്ടു. ഭഗവതിയെ സേവിച്ച ആ വൈശ്യൻ ഭഗവതിയെ നാന്തകം വാളിൽ ആവാഹിച്ചുകൊണ്ടാണ് പോയത്. ബാക്കിയുണ്ടായിരുന്ന 8 കുടുംബക്കാർ അവരുടെ പൂർവ്വസ്ഥലമായ പാണ്ഡ്യരാജ്യത്തേക്കും പോയി. വടക്കോട്ട് പോയവർ ഒരു സ്ഥലത്ത് പശുക്കളും പുലികളും ജാതിവൈരം കൂടാതെ ഒന്നിച്ചു മേയുന്ന ഒരു കാഴ്ച കണ്ടു. അതൊരു വനം പ്രദേശമായിരുന്നു. അവിടെ ചുറ്റിക്കണ്ട ശേഷം അവർ ഉറപ്പിച്ചു അവർക്ക് പറ്റിയ സ്ഥലമാണ് അതെന്ന്. കുറുമ്പനാട്ട് രാജാവിന്റെ വകയായിരുന്ന സ്ഥലങ്ങൾ വില കൊടുത്ത് അവർ വാങ്ങുകയും അവിടെ ക്ഷേത്രവും വീടുകളും പണിയിക്കുകയും ചെയ്തു. അവിടെ കൊടുങ്ങല്ലൂർ, തിരുമാന്താംകുന്ന് മുതലായ സ്ഥലങ്ങളിലെ പോലെ കിഴക്കോട്ട് ദർശനമായി ശിവനെയും വടക്കോട്ട് ദർശനമായി ഭഗവതിയെയും മതിൽക്കകത്ത് ഉപദേവനായി ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു. പ്രസിദ്ധ മാന്ത്രികനും തന്ത്രിയുമായ കാട്ടുമാടസു നമ്പൂതിരിയാണ് പ്രതിഷ്ഠ നടത്തിയത്. ശാന്തി നടത്തിയിരുന്നത് ഭഗവതിയെ സേവിച്ച ആ വൈശ്യനും അദ്ദേഹത്തിന്റെ കാലശേഷം കുടുംബക്കാരുമായിരുന്നു. വൈശ്യന്മാർ 8 കുടുംബക്കാരും ക്ഷേത്രത്തിനടുത്ത് 8 വീടുകളിൽ താമസിച്ചു. ആ ക്ഷേത്ര ഊരാളന്മാരായി അവർ. ക്ഷേത്രത്തിന് ഇവർ പഴയ ഓർമ്മ വിടാതെ കൊല്ലം വിഷാരിക്കാവ് എന്ന് തന്നെ പേരിട്ടു. അത് ക്രമേണ പിഷാരിക്കാവ് ആയി മാറി. അന്ന് അവർ പൂജിച്ചിരുന്ന ആ നാന്തകം വാൾ ഇപ്പോഴും ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉത്സവത്തിന്റെ 7ാം ദിവസമായ വലിയ വിളക്ക് ദിവസവും 8ാം ദിവസമായ കാളിയാട്ടത്തിനും മാത്രമാണ് നാന്തകം വാൾ എഴുന്നള്ളിക്കുന്നത്. നാന്തകം വാൾ എഴുന്നള്ളിക്കുന്ന ആന പിടിയാന ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. നാന്തകം വാളെടുത്ത് ആനപ്പുറത്ത് ഇരിക്കുന്ന ആളിൽ ഭഗവതിയുടെ ആവാസമുണ്ടെന്നാണ് വിശ്വാസം. ആ ആൾ വാൾ പിടിച്ചുകൊണ്ട് ആനപ്പുറത്ത് നിന്ന് നല്ലപോലെ വിറയ്ക്കും. എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് താഴെ ഇറങ്ങി വാൾ ശ്രീകോവിലിനകത്ത് കൊണ്ടുചെന്ന് വെക്കുമ്പോൾ തന്നെ അദ്ദേഹം ബോധം വിട്ടു വീഴും. കുറെ നേരം കഴിഞ്ഞേ അവർക്ക് ബോധം വരുള്ളൂ. ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് വട്ടോളി മൂസകന്മാരാണ്. കുറെ കഴിഞ്ഞപ്പോൾ വൈശ്യന്മാർ ചാലോറ എന്ന ഇല്ലപ്പേരായ നമ്പൂതിരിയെ പൂജ ചെയ്യാൻ നിയമിച്ചു. ഉഷപൂജ ഉൾപ്പെടെ 5 പൂജ പതിവുള്ളതിനാൽ ഭഗവതിക്ക് മാത്രം ഉച്ചയ്ക്ക് നിവേദ്യം മദ്യവും മാംസവുമായിരുന്നു പതിവ്. നമ്പൂതിരി പൂജ ആയപ്പോൾ മദ്യവും മാംസവും വേണ്ടെന്നു വെച്ചു. അപ്പോഴേക്കും ദേവിയുടെ ശക്തിയും ചൈതന്യവും വളരെ വർദ്ധിച്ചു. ഈ പൂജ കാരണം ആദ്യത്തേക്കാൾ ഉഗ്രമൂർത്തിയായി ഭഗവതി. പകൽ സമയത്ത് പോലും ആളുകൾക്ക് ക്ഷേത്രത്തിനകത്ത് പോവാൻ പേടി തോന്നി.
ഭഗവതിയുടെ ഈ ഉഗ്രത കുറയ്ക്കാൻ വേണ്ടി ഊരാളന്മാർ നമ്പൂതിരിയുടെ ശാന്തി വേണ്ടെന്ന് വെക്കുകയും പകരം ശാക്തേയന്മാരായ വട്ടോളി മൂസതിന്മാരെ കൊണ്ട് ശാന്തി തുടങ്ങിക്കുകയും ചെയ്തു. അവർ ശാന്തി തുടങ്ങിയപ്പോൾ മദ്യമാംസം നിവേദിച്ചു തുടങ്ങി. ദേവിയുടെ ഉഗ്രതയ്ക്ക് കുറച്ച് ശമനം കിട്ടുകയും ചെയ്തു. ഇപ്പോഴും വട്ടോളി മൂസതിന്മാരാണ് ശാന്തി നടത്തുന്നത്. വർഷം തോറും മീനമാസത്തിൽ തന്ത്രിയെ വരുത്തി ഒരു ശുദ്ധി കലശവും 3 ദിവസം ബ്രാഹ്മണരുടെ പൂജയും നടത്തിവരുന്നു. ഭക്തിയുടെ ആനന്ദലഹരിയിൽ ഭയങ്കരമായി ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഐതിഹ്യം പറഞ്ഞു തന്നു. ഈ ഐതിഹ്യങ്ങളൊക്കെ തന്നെ ഐതിഹ്യമാല എന്ന പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും.
നമ്മുടെ ആൾക്കാരുടെ സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.